അവസാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തെറ്റുകാരനെന്ന് സമ്മതിച്ചിരിക്കുകയാണ് പാർട്ടി സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. ഇത് തോൽവി ഉറപ്പിച്ചതിൻ്റെ ഒരടയാളമായി രാഷ്ട്രീയ നിരീക്ഷകർ കരുതുകയാണ്. PM-ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് പിണറായി സർക്കാരിൻ്റെ പരാജയമാണെന്നും അതായിരിക്കും വരാനുള്ള തിരിച്ചടിയെന്നും സൂചന നൽകുകയാണ് എം.വി. ഗോവിന്ദൻ. അതായത് PM-ശ്രീ ഒപ്പിട്ടതിൽ സർക്കാരിന് തെറ്റുപറ്റിയെന്ന് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ സമ്മതിക്കുമ്പോൾ ഇത്രയും കാലം പറഞ്ഞ് പിടിച്ചു നിന്ന മുടന്തൻ ന്യായങ്ങളാണ് വെറും ആവിയായി പോയത്. തെറ്റുപറ്റിയത് കൊണ്ടാണ് പാർട്ടിയും മുന്നണിയും ഇടപെട്ടുകൊണ്ടത് തിരുത്തിയത് എന്നും മറ്റു പല വിഷയങ്ങൾക്കൊപ്പം PM-ശ്രീ വിവാദവും തോൽവിക്ക് കാരണമായി മാറിയെന്നും ഗോവിന്ദൻ സമ്മതിക്കുകയാണ്. ഒരുപാട് തെറ്റുപറ്റിയെങ്കിലും ജനങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തി മുന്നോട്ടു പോകുമെന്ന് തന്നെ പറയുകയാണ് ഗോവിന്ദൻ. തുടർഭരണത്തിൽ പ്രതീക്ഷയുണ്ടെന്നും LDFന് 60 സീറ്റുകൾ ജയിക്കാനാകുന്നൊരു സാഹചര്യം ഇപ്പോഴുണ്ട് എന്നാണ് ഗോവിന്ദൻ പറയുന്നത്. അതായത് കേരളത്തിലാകെയുള്ള 140 സീറ്റുകളിൽ ഭരണം ലഭിക്കണമെങ്കിൽ 71 സീറ്റിലെങ്കിലും ജയിക്കണം കേവല ഭൂരിപക്ഷത്തിന്. അപ്പോൾ ഗോവിന്ദൻ പറഞ്ഞ ഈ 60 സീറ്റുകൾ കൊണ്ട് എങ്ങനെ ജയിക്കാനാകുമെന്ന് മനസ്സിലാകുന്നില്ല. ഈ പറയുന്ന ഗോവിന്ദനും ജയിക്കാനും ഭരിക്കാനുമുള്ള സീറ്റ് കിട്ടുമെന്നുള്ള യാതൊരു ഉറപ്പും ഇല്ല എന്നുള്ളതിൻ്റെ തെളിവാണിത്. അമിത ആത്മവിശ്വാസം കൊണ്ടാണ് പഞ്ചായത്തുകളിൽ തോൽവി ഉണ്ടായത് എന്നും ഇത് CPM-ൻ്റെ സംഘടനാ വീഴ്ചയാണെന്നും എം.വി. ഗോവിന്ദൻ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ജയിക്കുമെന്നുറപ്പിച്ചത് കൊണ്ടാണ് തോറ്റുപോയത് എന്ന മുടന്തൻ വാദം തന്നെയാണ് ഗോവിന്ദൻ ഇപ്പോഴും പറഞ്ഞു നടക്കുന്നത്. ഏതായാലും RSSനെ പേടിച്ച് നരേന്ദ്രമോദിയും അമിത്ഷായും പറയുന്നിടത്ത് ഒപ്പുവച്ചത് തലയിൽ മുണ്ടിട്ട് പോയിട്ടാണെന്ന് പ്രതിപക്ഷം മാത്രമല്ല CPI പോലും പറഞ്ഞതാണ്. എന്നിട്ടും അത് തിരുത്താൻ ധൈര്യമില്ലാതെ എന്തൊക്കെയോ ചെപ്പടി വിദ്യകൾ കാട്ടി CPIയെ അനുനയിപ്പിച്ച് ഇപ്പോഴും ആ പദ്ധതി ഒപ്പിട്ടതുപോലെ തന്നെയുണ്ട് അവിടെ. അത് അത്ര പെട്ടെന്നൊന്നും പിൻവലിക്കാനുള്ള ധൈര്യം പിണറായി വിജയനില്ല. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പറയുന്ന ഒരു പാർട്ടി ഭരിക്കുമ്പോൾ കേന്ദ്രത്തിലെ RSSൻ്റെ വിദ്യാഭ്യാസ നയം ഈ കേരളത്തിൽ നടപ്പാക്കുന്നത് അത് മതന്യൂനപക്ഷങ്ങൾക്ക് മാത്രമല്ല യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾക്ക് മുഴുവൻ നാണക്കേടും മനസ്സിൽ വിഷമവും ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിണറായി വിജയനെ താഴെ ഇറക്കുക എന്നുള്ളത് സാധാരണ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരാവശ്യമായി മാറിയിരിക്കുകയാണ്. അത് മനസ്സിലാക്കി തന്നെയാണ് എം.വി. ഗോവിന്ദൻ ഇപ്പോൾ മുൻകൂർ ജാമ്യം തേടിയിരിക്കുന്നത്.